സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. യേശുവിനെ ത്യജിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുവാനുള്ള ഭീഷണി നിരസിച്ച് രക്തം ചിന്തിയ 11 ഡമാസ്കസ് രക്തസാക്ഷികൾ വിശുദ്ധ പദവിയിലേക്ക്. വത്തിക്കാൻ സിറ്റി. സിറിയയിലെ ഡമാസ്കസിൽ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി അരുംകൊലയ്ക്ക് ഇരയായ 11 രക്തസാക്ഷികൾ വിശുദ്ധ പദവിയിലേക്ക്. വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർസെല്ലോ സെമരാരോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നതിനായി പാപ്പ അംഗീകാരം നൽകുകയായിരുന്നു. രക്തസാക്ഷികളായവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള വിശുദ്ധ സിംഹാസനത്തിന്റെ നടപടിയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഡമാസ്കസിലെ ബാബ് ഡോമറിലെ ഫ്രാൻസിസ്കൻ കോൺവെന്ററിന്റെ രക്ഷാധികാരി ഫാദർ ഫിറാസ് ലുഫ്തി പറഞ്ഞു. 1860 ജൂലൈ 9 അർദ്ധരാത്രിയിൽ ഡമാസ്കസിൽ ക്രൈസ്തവ വിശ്വാസത്തോടുള്ള വിദ്വേഷത്താലാണ് കൂട്ടക്കൊല നടന്നത്. ഷിയാഡ്രൂസ് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്തായിരുന്നു ക്രൈസ്തവ കൂട്ടക്കൊല. ഡമാസ്കസിലെ പഴയ നഗരത്തിലെ ക്രിസ്ത്യൻ ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിസ്കൻ കോൺവെന്റിൽ പ്രവേശിച്ച ഡ്രൂസ് കമാൻഡോ ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ചവരെ തുടർന്ന് കൂട്ടക്കൊല നടത്തുകയായിരുന്നു. ചിലരെ കോടാലി ഉപയോഗിച്ച് ശിരച്ഛേദനം ചെയ്തായിരുന്നു കൊലപ്പെടുത്തിയത്. ഈ വർഷത്തെ രക്തസാക്ഷികളുടെ അനുസ്മരണത്തിന് വളരെ സവിശേഷമായ പ്രത്യേകതയുണ്ടെന്നും കാരണം അത് വിശുദ്ധിയുടെ രുചിയാണെന്നും ഈ പ്രഖ്യാപനത്തിനായി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്നും ഫാദർ ഫിറാസ് മുഫ്തി പറഞ്ഞു. 1926 പിയൂസ് 11 പാപ്പായാണ് ഇവരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. എല്ലാ വർഷവും ജൂലൈ 10 സിറിയൻ തലസ്ഥാനത്ത് ലാറ്റിൻ മാരോണൈറ്റ് സമൂഹങ്ങൾ ഈ രക്തസാക്ഷികളെ അനുസ്മരിക്കാറുണ്ട്. 2025 ജൂലൈ വർഷത്തിൽ വിശുദ്ധ പദവിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ഇന്നലെ ദിവ്യകാരുണ്യത്തിന്റെ സൈബർ അപ്പസ്തോലൻ കാർലോ അക്യൂട്സിന്റെ നാമകരണത്തിനും പാപ്പ അംഗീകാരം നൽകിയിരുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.